ഏവരും കാത്തിരിക്കുന്ന കേന്ദ്ര ബജറ്റ് നാളെയാണ്. സ്വർണ്ണവില ഇനി എങ്ങോട്ട്? നാളത്തെ കേന്ദ്ര ബജറ്റിന്റെ ശേഷം അറിയാം സ്വർണ്ണവില ഇനി ഉയരുമോ പൊട്ടിത്തകരുമോ എന്ന്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രത്യാശയിൽ സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു. എന്നാൽ തുടർച്ചയായി 4 ദിവസമായി സ്വർണ്ണവിലയിൽ വൻ ഇടിവായിരുന്നു നേരിട്ടത്. അതേസമയം കേന്ദ്ര ബജറ്റിൽ എക്സൈസ് തീരുവ 15% 10% കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് നീങ്ങും. അതല്ല, ഇപ്പോഴത്തെ തീരുവ തുടരുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കാനാണ് സാധ്യത. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ചലനങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും സ്വർണ്ണ വിപണിയിൽ തങ്കത്തിന്റെ വില ഓരോ സെക്കൻഡിലും കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ വിപണിയിൽ കാണുന്നത്. ഔൺസ് ഡോളറിന്റെ കണക്ക് 2403 ഇന്ത്യൻ മാർക്കറ്റ് M6 72,905 വ്യാപാരം നടക്കുന്നത്. അതേസമയം സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി 80 രൂപ കുറഞ്ഞ് ഒരു പവന് 54,160 വ്യാപാരം നടന്നത്. അതേസമയം ഉച്ചയോടുകൂടി 24K തങ്കവില ഓരോ നിമിഷത്തിലും കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7290, തൃശ്ശൂരിൽ 85 എന്ന നിലയിലാണ്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 900 മുതൽ 1000 രൂപയുടെ ഇടിവ് നേരിടും. വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 96 10 ഗ്രാമിന് 960 വ്യാപാരം നടക്കുന്നത്. നാളത്തെ കേന്ദ്ര ബജറ്റിന് ശേഷമേ സ്വർണ്ണ വിപണി ഇനി എങ്ങോട്ട് എന്ന് പ്രവചിക്കാനാവൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.